എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ദ്രന് കിട്ടിയ ശാപങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചു. ഇന്ദ്രന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ മറ്റൊരു തിരിച്ചടിയുടെ കഥയാണ് ഇന്നത്തെ കഥേമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട, ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സമൂഹത്തിലേക്ക് എടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഭഗവാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഉണ്ണിയായിരിക്കുന്ന സമയത്ത്, രാവിലെ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് ഗോകുലത്തിൽ മുഴുവൻ വല്ലാത്ത തിരക്ക് കണ്ടു എന്നാണ്. എല്ലാവരും എങ്ങോട്ടൊക്കെയോ ഓടുന്നു, എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾ പൂവറക്കുന്നു, കുറേ ആളുകൾ ഇല തുടയ്ക്കുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പണികളിൽ അച്ഛനും അമ്മയും ഗോപസ്ത്രീകളും എല്ലാവരും ഭയങ്കര വ്യാപൃതരാണ്. ഭഗവാൻ ചോദിച്ചു എന്നാണ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നന്ദഗോപരോട്, അച്ഛാ എല്ലാവരും വലിയ തിരക്കിലാണല്ലോ, എന്താണ് ഇന്ന് ആഘോഷം, എന്താണ് ഇന്ന് പ്രത്യേകത? അദ്ദേഹം പറയുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ നമ്മൾ ഇന്ദ്രനെ പൂജിക്കാറുണ്ട്, ഇന്ദ്രന് പൂജ കൊടുക്കാറുണ്ട്. ഇന്ദ്രനാണ് മഴ പെയ്ച്ച് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങളൊക്കെ തരുന്നത്, നമ്മുടെ കൃഷി നന്നാവുന്നത്, നമ്മുടെ കന്നുകാലികളൊക്കെ നന്നായി ജീവിക്കുന്നത്, ഇതൊക്കെ ഇന്ദ്രൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്ദ്രനെ പൂജിക്കാൻ പോവാണ്. കുട്ടി പോയി പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വരൂ എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കുന്നത്, അച്ഛാ ഈ ഇന്ദ്രനെ പൂജിക്കുന്നത് എന്തിനാണ്? നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഗോവർദ്ധന പർവ്വതമല്ലേ? അതിലുള്ള പുല്ലും വൈക്കോലും അവിടുത്തെ നദികളിലെ ജലമൊക്കെ കുടിച്ചല്ലേ നമ്മുടെ കന്നുകാലികൾ ജീവിക്കുന്നത്? ആ കന്നുകാലികളുടെ പാല് കറന്ന് അതിൽ നിന്ന് തൈരും വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇതിൽ ഇന്ദ്രൻ എവിടെയാണ് പങ്ക്? അതുകൊണ്ട് പൂജിക്കുകയാണെങ്കിൽ അച്ഛാ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല, ഗോവർദ്ധനത്തെയാണ്. ഒപ്പം നമുക്ക് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന നമ്മുടെ പശുക്കളെ, ഗോക്കളെയും പൂജിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭഗവാൻ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദഗോപർക്ക് ഇത് ശരിയാണ് എന്നൊരു തോന്നലുണ്ടായി എന്നാണ്. പറയുമ്പോൾ ചെറിയ കുട്ടി 6-7 വയസ്സേ ഉള്ളൂ. പക്ഷെ 6-7 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞതുപോലും വിലയെടുക്കാനുള്ള ഒരു ബുദ്ധി നന്ദഗോപർക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മളും കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ മനസ്സാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിൽ കാര്യപ്പെട്ടതുണ്ടെങ്കിൽ സ്വീകരിക്കണം എന്നാണ് ഭഗവാൻ പോലും കാണിച്ചിരുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രനുള്ള പൂജ അതോടുകൂടി നിർത്തുകയും ഗംഭീരമായിട്ട് ഗോവർദ്ധനത്തെ പൂജിക്കാൻ ഗോപന്മാരും നന്ദഗോപരും യശോദാമ്മയൊക്കെ ആരംഭിക്കുകയും ചെയ്തു. ഇത് ദേവലോകത്തിരുന്ന് ഇന്ദ്രൻ അറിഞ്ഞു എന്നാണ്. ഇത്രയും നാൾ തനിക്ക് കിട്ടിയിരുന്ന ആ പൂജ ഒരു ദിവസം കൊണ്ട് കൃഷ്ണൻ മുടക്കി എന്നുള്ളത് ഇന്ദ്രൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഞാൻ ആരാണെന്ന് കൃഷ്ണന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് തൻ്റെ മഴമേഘങ്ങളെയും ഇടിമിന്നലിനെയൊക്കെ, അദ്ദേഹം ഇതിൻ്റെയൊക്കെ രാജാവാണല്ലോ, അദ്ദേഹം വിളിച്ചു വരുത്തി പോയി ഗോവർദ്ധനത്തിൻ്റെ മുകളിലും ഗോകുലത്തിൻ്റെ മുകളിലും ശക്തിയായിട്ടുള്ള ഇടിമിന്നലും മഴയുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഇന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ മേഘങ്ങളെല്ലാവരും വന്ന് ഗോകുലത്തിൻ്റെ മുകളിൽ നിന്ന് തകർത്ത് മഴ പെയ്യാൻ തുടങ്ങി, ഇടിവെട്ടാൻ തുടങ്ങിയതാണ്. മഴ പെയ്ത് 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 പ്രളയത്തിൻ്റെ അവസ്ഥയിലേക്ക് വരെ ആ മഴ കാരണമായി എന്ന് തോന്നി ഗോപന്മാർക്ക്. ഇന്ദ്രൻ്റെ കോപമാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഉണ്ണി, നീയല്ലേ പറഞ്ഞത് ഇന്ദ്രനെ പൂജിക്കേണ്ടതില്ല എന്ന്? ഇപ്പം ഇന്ദ്രൻ്റെ കോപം കൊണ്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ പൂജിച്ച ആൾ തന്നെ നമ്മളെ രക്ഷിക്കും. നമ്മളെ രക്ഷിക്കേണ്ട ബാധ്യത ഗോവർദ്ധനത്തിനുണ്ട്. എല്ലാവരും ഗോവർദ്ധനത്തിൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ തൻ്റെ ആ ചെറു കൈയിലെ കുഞ്ഞു വിരലുകൊണ്ട് അങ്ങോട്ട് ഉയർത്തി അതിനകത്തേക്ക് മുഴുവൻ കന്നുകാലികളും വ്രജവാസികളും മുഴുവൻ കയറി നിന്നു എന്നാണ്. 7 ദിവസം 7 പകലും 7 രാത്രിയും നിന്ന് ആ മഴ പെയ്തു. ആ മഴയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടും ഗോക്കളെയോ ഗോകുലത്തിലെ ആളുകളെയോ ഉപദ്രവിക്കാൻ ദേവേന്ദ്രന് സാധിച്ചില്ല. തൻ്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തെറ്റ് മനസ്സിലാക്കുകയും ഈ ഗോവർദ്ധനോദ്ധാരിയായി നിൽക്കുന്ന ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. തൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ ചെയ്ത എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവാനെ, അങ്ങ് എന്നോട് ക്ഷമിക്കണേ. അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാതെ, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാതെ ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണേ എന്ന് ഇന്ദ്രൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രൻ ഒറ്റയ്ക്കല്ല വന്നത്. സ്വർഗത്തിൽ നിന്ന് കാമധേനു, സുരഭി എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ള പശു ഗോ ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സുരഭി ഭഗവാന്റെ ദേഹത്തൂടെ ആ അമൂല്യമായിട്ടുള്ള സുരഭിയുടെ പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നു. അതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗോവിന്ദാഭിഷേകം. അപ്പം ആ ഗോവിന്ദാഭിഷേകത്തിൽ നിൽക്കുന്ന ഗോവർദ്ധനോദ്ധാരിയായിട്ടുള്ള ഗുരുവായൂരപ്പനെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കീർത്തി എന്തെന്ന് ഇന്ദ്രന് പോലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്.
മനസ്സാണ് ഇന്ദ്രൻ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു. മനസ്സെപ്പോഴും വെല്ലുവിളിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. വെല്ലുവിളിച്ച് അവസാനം ഈശ്വരനെ പോലും മനസ്സ് വെല്ലുവിളിക്കും. ആ സമയത്ത് ഈശ്വരൻ്റെ ആ ഒരു പ്രക്രിയകൾ എപ്പോഴും മനസ്സിനെ തിരുത്താനുള്ളതാണെന്ന് മനസ്സിലാക്കുക, ഒരിക്കലും മനസ്സിനെ ഉപദ്രവിക്കാനല്ല. മനസ്സിൻ്റെ ഊർജം വീണ്ടും മനസ്സിന് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തേ നിവൃത്തിയുള്ളൂ? ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. എങ്ങനെയാണോ ഇന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ ഭഗവാന്റെ കാലിൽ പോയി കിടന്നത്, അതുപോലെ അഹങ്കാരം നിറഞ്ഞ നമ്മുടെ മനസ്സിനും എപ്പോഴെങ്കിലുമൊക്കെ ആ ഭഗവാന്റെ ആ കാൽക്കൽ പോയി കിടക്കാൻ തോന്നട്ടെ. അപ്പോൾ മാത്രമേ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും സ്വർഗവും ആ ദേവരാജ പദവിയൊക്കെ നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ ഈ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയുടെ കഥ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.